ഹലോ ഗെയ്സ്, എൻ്റെ പേര് ഋഷാദ് സലീം. അപ്പോൾ നമ്മൾ ഷോർട്ട് ടൈമിലേക്ക് നോക്കാൻ പറ്റിയ ഒരു രണ്ട് സ്റ്റോക്കുകൾ ഇവിടെ ഫിൽട്ടർ ചെയ്തെടുത്തിട്ടുണ്ട്. അതിൽ ഒന്നാമത്തെ സ്റ്റോക്ക് എന്ന് പറയുന്നത് BLS ഇന്റർനാഷണൽ സർവീസ് ലിമിറ്റഡ് ആണ്. അതിന്റെ മാർക്കറ്റ് ക്യാപ്പ് വരുന്നത് 15,453 ആണ്. അതുപോലെ തന്നെ എൻ്റെ ROC നിങ്ങൾക്ക് ഇവിടെ കാണാം. ROC 30, ROE 31. അതുപോലെ തന്നെ പ്രൊമോട്ടിംഗ് ഹോൾഡിംഗ് തന്നെ 71% ഉണ്ട്. അതിന്റെ POT സ്കോർ നോക്കുവാണെങ്കിൽ 6%. അത്യാവശ്യം ഫണ്ടമെന്റലി വലിയ കുഴപ്പമില്ലാത്തൊരു കമ്പനിയാണ്. നമുക്ക് അതിന്റെ സെയിൽസ് കൂടെ ഒന്ന് നോക്കാം. അതിന്റെ സെയിൽസ് വരുന്നത് അത്യാവശ്യം വലിയ കുഴപ്പമില്ല. 2022 തൊട്ട് അത്യാവശ്യം ഒരു നല്ലൊരു മൂവ്മെന്റ് കാണിക്കുന്നുണ്ട് സെയിൽസിനകത്ത്. നമ്മൾ എടുക്കാനുള്ള കാരണങ്ങൾ ഇതൊക്കെ തന്നെയാണ്. കുറെ ഫാക്ടറുകളുണ്ട്, അതൊന്നും നമ്മളിപ്പോ പറയുന്നില്ല. ഇപ്പൊ രണ്ടാമത്തെ നമുക്ക് അതിന്റെ ക്യാൻഡിലുകൾ ഒന്ന് അനലൈസ് ചെയ്യാം. ഇപ്പൊ നമ്മൾ എടുത്തിരിക്കുന്നത് വീക്ക്ലി ക്യാൻഡിലാണ്. നമുക്ക് കാണാൻ സാധിക്കും ഇവിടെ ഒരു ബ്രേക്ക്ഔട്ട് റേഞ്ച് ഏരിയ ആണ്. ഇവിടുന്ന് ഒരു ചെറിയ ബ്രേക്ക്ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് കിട്ടാനും, അതുപോലെ തന്നെ ഇതൊരു അപ് ട്രെൻഡിലുള്ള ഒരു ചാർട്ടാണ്. അപ് ട്രെൻഡ്, വീക്കില് അപ് ട്രെൻഡിലാണ്. നമുക്ക് അത്യാവശ്യം വളരെ പെട്ടെന്ന് തന്നെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സ്റ്റോക്കാണ്. നമുക്ക് അതിന്റെ ഒരു ഡേ ക്യാൻഡിൽ ഒന്ന് നോക്കാം. നമ്മളിപ്പോ ഇത് ഡേയിലോട്ട് ആക്കിയിട്ടുണ്ട്. ഡേയിലും അത്യാവശ്യം ഒരു അപ് ട്രെൻഡിലാണ് നിൽക്കുന്നത്. ഒരു ചെറിയൊരു അപ് ട്രെൻഡ് ആണ്. അതുപോലെ ഇതിന്റെ ഒരു RSI നോക്കുകയാണെങ്കിൽ 54 ആണ്. നമുക്ക് ഇവിടുന്ന് അത്യാവശ്യം നല്ലൊരു മൂവ്മെന്റ് ക്യാച്ച് ചെയ്യാൻ പറ്റിയ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു സ്റ്റോക്കാണ്. അപ്പൊ നമുക്കിനി അടുത്ത രണ്ടാമത്തെ സ്റ്റോക്ക് ഏതാണെന്ന് നോക്കാം. അടുത്ത സ്റ്റോക്ക് എന്ന് പറയുന്നത് ഇന്ത്യൻ ഹോട്ടൽ കോർപ്പറേഷൻ ലിമിറ്റഡ് ആണ്. അതിന്റെ മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ വരുന്നത് 88,708 ആണ്. അതിന്റെ സ്റ്റോക്ക് P 69, POT സ്കോർ 8 ആണ് വരുന്നത്. ROC, ROE. അതുപോലെ ഇതിന്റെ ഒരു നെഗറ്റീവ് ഫാൾട്ടായിട്ട് കാണുന്നത് ഈ പ്രൊമോട്ടർ ഹോൾഡിങ് ഒരു കുറച്ച് കുറവുണ്ട്, 38%. അതൊരു കുറവാണ്. എങ്കിലും ഫണ്ടമെന്റലി കുഴപ്പമില്ലാത്തൊരു കമ്പനിയാണ്. നമുക്ക് അതിന്റെ സെയിൽസ് കൂടെ നോക്കാം. അത്യാവശ്യം സെയിൽസ് ഗ്രോത്ത് ഉള്ള ഒരു കമ്പനിയാണ്. നമുക്ക് ഷോർട്ട് ടേമിലേക്ക് റെഫർ ചെയ്യാൻ പറ്റിയ ഒരു കമ്പനിയാണ്. അപ്പൊ നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ അനലൈസ് ചെയ്യുക, അതിനുശേഷം മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. നമുക്ക് അതിന്റെ ചാർട്ട് കൂടെ ഒന്ന് നോക്കാം. ഇതിപ്പോ നമ്മൾ എടുത്തിരിക്കുന്ന ഡേ ചാർട്ടാണ്. ഇപ്പൊ അതിന്റെ ട്രേഡിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 623 ആണ്. നമുക്കിവിടെ അത്യാവശ്യം നമ്മൾ ആഡ് ചെയ്തിരിക്കുന്നത് 60 മൂവിങ് ആവറേജ് ആണ്, സിമ്പിൾ മൂവിങ് ആവറേജ്. അതുപോലെ തന്നെ ഇതിന്റെ RSI 52 ആണ്. ബ്രേക്ക്ഔട്ട് 50 ബ്രേക്ക്ഔട്ട് കഴിഞ്ഞ് രണ്ട് സ്റ്റോക്കുകളാണ് നമ്മൾ ഫിൽറ്റർ ചെയ്തെടുത്തത്. നമുക്ക് ഇതും അത്യാവശ്യം ഷോർട്ട് ടൈമിലേക്ക് ഇൻവെസ്റ്റ് ചെയ്താൽ വളരെ പെട്ടെന്ന് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സിങ്ങിന് വേണ്ടി എടുക്കാൻ പറ്റിയ സ്റ്റോക്കുകളാണ്. ലോങ് ടൈമിലേക്ക് വിടാം, നിങ്ങളുടെ ഇഷ്ടമാണ്. അടുത്തൊരു വീഡിയോ ആയി കാണാം. നന്ദി.